എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് മൂസ് കേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചോക്ലേറ്റ് മൂസ് കേക്ക് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇന്നത്തെ ചോക്ലേറ്റ് മൂസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. ഇനി വേണ്ടത് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1/2 കപ്പ് കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും. പാൽപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ്. മധുരമുള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. 1 കപ്പ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റും. പിന്നെ ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ മൂസ് കേക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ യൂസ് ചെയ്യാം. ഞാൻ ഗീ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഗ്രീസ് ചെയ്യുമ്പോൾ അടിയിൽ മാത്രം ഗ്രീസ് ചെയ്താൽ പോരാ, സൈഡിലും കൂടി ഗ്രീസ് ചെയ്യണം. ഇത് നമ്മൾ മൂസ് കേക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തേക്കുന്നത്. ഇപ്പോൾ ഗീ വെച്ച് ഈ പാത്രം നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൻ്റെ സൈസിൽ വെട്ടിയെടുത്ത ഒരു ബട്ടർ പേപ്പർ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ മൂസ് കേക്ക് എളുപ്പത്തിൽ നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഗ്രീസ് ചെയ്ത് ഈ പാത്രം റെഡിയാക്കി കഴിഞ്ഞു. നമ്മൾ കുക്ക് ചെയ്യണേക്കാൾ മുമ്പ് തന്നെ ഇതുപോലെ പാത്രം റെഡിയാക്കി വെക്കണം. ഇനി നമുക്ക് ഈ മൂസ് കേക്കിനുള്ള മിക്സ് റെഡിയാക്കാം. ഈ മൂസ് കേക്കിൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാല് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് ഷുഗർ പൗഡറും കോൺഫ്ലോറും പാൽപ്പൊടിയും കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പൂണോ ഫോർക്കോ നിങ്ങളുടെ കയ്യിലുള്ള എന്താന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ലംസ് ഒന്നും ഇല്ലാതെ നമ്മുടെ മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ ആ മിക്സ് ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മിക്സ് ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചായിരുന്ന ആ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്, അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് അലിഞ്ഞ് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും.
അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ചെറുതായിട്ട് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് കട്ട പിടിച്ച് പോവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ആ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ കുക്ക് ചെയ്ത ആ മിക്സ് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ആ ട്രേയിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിളൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി വെച്ച് കഴിഞ്ഞിട്ട് ചൂടാറി കഴിയുമ്പോൾ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, സാധാരണ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ നമ്മുടെ മൂസ് കേക്ക് ഫ്രിഡ്ജിൽ വെച്ചൊരു ഓവർനൈറ്റ് മുഴുവൻ സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബട്ടർ പേപ്പർ മാറ്റാം. ഇതിപ്പോൾ കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ നേരിട്ടല്ല ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് വെറുതെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കൊക്കോ പൗഡറിന്റെ കയ്പാണ്, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ സൈഡിലുണ്ടായിരുന്ന ആ കൊക്കോ പൗഡറൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. ഇനി അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കത്തി ചൂടാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. പുഡിങ്ങും കേക്കൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡെസേർട്ട് റെസിപ്പിയാണിത്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചോക്ലേറ്റ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് കുട്ടികൾക്ക്. അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികളെ പോലെ തന്നെ വലിയവർക്കും ഈ റെസിപ്പി ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും കാണാനായിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.